നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറെയായിരുന്നു അദ്ദേഹം മറികടന്നിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. അതായത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ഈ ഒരു പുരസ്കാരം ഏറ്റവും കൂടുതൽ അർഹിച്ചിരുന്നത് എന്നത് വലിയ ഒരു വിഭാഗം ആരാധകർ തന്നെ അവകാശപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ആ ഒരു പുരസ്കാരദാന ചടങ്ങ് റയൽ മാഡ്രിഡ് ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ബാലൻഡിയോർ വിഷയത്തിൽ ഒരുപാട് തവണ റോഡ്രി തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ബാലൻഡിയോർ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു തീരുമാനത്തെ താൻ ബഹുമാനിക്കുന്നില്ല എന്നാണ് റോഡ്രി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ESPN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ തീരുമാനം ഒരു പക്ഷേ വ്യക്തികൾ എടുത്തതായിരിക്കാം, അതല്ലെങ്കിൽ ക്ലബ്ബ് മൊത്തത്തിൽ എടുത്തതായിരിക്കാം. ഏതായാലും ആ ഒരു തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഹാലൻഡിന് വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് മെസ്സിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊരു താരത്തിന് ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ആ താരം ആ വർഷം മുഴുവനും ചെയ്തതിന് ലഭിക്കുന്ന ഒന്നാണ്. ഇതാണ് ഈ വിഷയത്തിൽ റോഡ്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഫുട്ബോൾ ലോകത്ത് ഇപ്പോഴും രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുകയാണ്. അതേസമയം റോഡ്രിയെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകളൊക്കെ ഈയിടെ പ്രചരിച്ചിരുന്നു. പക്ഷേ അതിൽ സത്യമില്ല എന്നുള്ളത് പിന്നീട് വ്യക്തമാവുകയും ചെയ്തിരുന്നു. നിലവിൽ റോഡ്രിയും വിനീഷ്യസും പരിക്ക് മൂലം കളിക്കളത്തിന് പുറത്താണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.